എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ജ്യൂസാണ്. മമ്മി ഒരാഗ്രഹം പറഞ്ഞതാണ് കേട്ടോ, ഇതും കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കണമെന്ന്. മമ്മി ഇതുവരെ അത് കുടിച്ചിട്ടില്ല, അതുകൊണ്ട് മമ്മിക്കൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചു. എന്തിൻ്റെ ജ്യൂസാണെന്നല്ലേ, നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോകാം. എന്തുണ്ട് മമ്മി വിശേഷം? വിശേഷമൊന്നുമില്ല. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു പുതിയ ഫ്രൂട്ട്സ് കണ്ടു. അപ്പം ഈ ഫ്രൂട്ട്സ് ഒന്ന് ജ്യൂസ് അടിച്ച് കുടിക്കണമെന്ന് എനിക്ക് ഇത് കഴിച്ച് നോക്കണമെന്നൊരാഗ്രഹം തോന്നി. ഞാൻ മോനെ കൊണ്ടിത് 3-4 എടുപ്പിച്ചു. ഇവിടെ വന്ന് മോളെയും കൊണ്ടത് ജ്യൂസ് അടിച്ച് കുടിക്കാൻ ആയിട്ടൊരുങ്ങും. അല്ലാതെ മറ്റു പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. മമ്മി ഈ ഫ്രൂട്ട് കണ്ടിട്ടില്ല. മമ്മി ആദ്യമായിട്ടാണ് ഈ ഫ്രൂട്ട് ഇവിടെ വന്ന് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കാണുന്നത്. ഇത് അവക്കാഡോയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിലിത് കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ്. എനിക്കൊന്ന് മിക്ക ആൾക്കാരും വീടുകളിൽ ഇതിപ്പോൾ നട്ട് വളർത്തുന്നുമുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ വളരെ അധികമാണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി അറിയാൻ പറ്റും. മമ്മിക്കിത് കണ്ടപ്പോൾ ഇത് എന്തുവാന്ന് ഭയങ്കര ഒരു അതിശയല്ലേ മീ? അപ്പോൾ മമ്മിക്ക് അതിപ്പോൾ എന്തോ ഇത് ചെയ്ത് കഴിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഷേക്ക് അടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ വെച്ച് ഷേക്ക് അല്ല, ഇന്നൊരു ജ്യൂസായിട്ട് തന്നെ ഇത് അടിച്ചൊന്ന് കൊടുത്തു നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. എന്നിട്ട് മമ്മി കുടിച്ചിട്ട് ഇത് എങ്ങനെ ഉണ്ടെന്ന് പറയും. നമുക്കപ്പോൾ ഇത് എങ്ങനെ ജ്യൂസ് അടിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ അവക്കാഡോ 4 ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്നും അധികം പഴുത്തതല്ല. നമ്മൾ നെക്കി നോക്കുമ്പോൾ നല്ലതായിട്ട് ഞെങ്ങ് കൊള്ളണം, അന്നേരമാണ് ഇത് പഴുത്തെന്നറിയുന്നത്. കണ്ട് ഈ രീതിയിൽ കറുത്തിട്ടുള്ളതാണെങ്കിൽ അത് അത്രയും നല്ലതാണ്. ഇതിൻ്റെ തൊലിയൊക്കെ നല്ല കറുത്തിട്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അകഭാഗം നല്ലതായിട്ട് ഇരിക്കും. അതല്ലെങ്കിൽ ഒരു കറ ടേസ്റ്റ് കാണും. ഇങ്ങനെ പച്ചയ്ക്കുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഒരു കറയുടെ ഒരു ടേസ്റ്റ് കാണും. അതുകൊണ്ട് നല്ല പഴുത്തത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതിന് ഈ രീതിയിലങ്ങ് മുറിച്ചെടുക്കുക. എന്നിട്ട് അത് ഇങ്ങനെ ഒന്ന് ആക്കുമ്പോൾ തന്നെ ഉണ്ടോ വിട്ട് വരും. കണ്ടോ അമ്മി? കണ്ടോ അമ്മി? അതിൻ്റെ ഒറ്റ അരിയുള്ളൂ, വലിയൊരു അരി. ഇതിൻ്റെ അരി കണ്ടോ? ഇത് നല്ലത് കറുത്തിട്ടെന്ന് പറഞ്ഞാൽ ചീത്തയായെന്നല്ല എൻ്റെ അർത്ഥം കേട്ടോ, പക്ഷെ നല്ലത് തന്നെയാണ്, നല്ല പഴുത്തു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ കുരു നമുക്കങ്ങ് ഇളക്കിയെടുക്കാം. പിച്ചാത്തി വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കറക്കി ഒന്ന് എടുത്താൽ മതി. കണ്ടോ കണ്ടോ കുരു ഇളകി വന്നിട്ടുണ്ട്. ജാതിക്കയുടെ അരി പോലെ ഇരിക്കും. കണ്ടോ കുരു നമുക്കങ്ങ് മാറ്റാം. മമ്മി ചോദിക്കുകയാണെങ്കിൽ ഇത് നാട്ടിൽ നട്ടുപിടിപ്പിക്കുമോയെന്ന്. എനിക്കൊന്ന് നാട്ടിൽ മിക്ക വീടുകളിൽ ഇപ്പോൾ ഇതുണ്ടെന്ന് തോന്നുന്നു. സിബിയുടെ വീട്ടിൽ എൻ്റെ ബ്രദർ കൊച്ചിയിലുണ്ട്. അവരുടെ വീട്ടിലിപ്പോൾ അവക്കാഡോ നട്ടുപിടിപ്പിച്ചിട്ട് അവക്കാഡോയുടെ കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടു. ഈ ഫ്രൂട്ട്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മധുരവും ഇല്ല, കയ്പും ഇല്ല, പുളിയും ഇല്ല, ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു ഫ്രൂട്ടായത്. അപ്പോൾ നമ്മളിതിന് എന്ത് ടേസ്റ്റ് കൊടുക്കുന്നോ ആ ടേസ്റ്റ് ആയിരിക്കും ഈ ഫ്രൂട്ടിന് വരുന്നത്. അങ്ങനെയാണ്. അപ്പം നമുക്ക് നല്ല പഴുത്തുകൊണ്ട് തന്നെ തൊലി ഇങ്ങനെ ഇളക്കി കളയാൻ പറ്റും. കണ്ടോ ഈ രീതിയിൽ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ സ്പൂൺ വെച്ച് ഇങ്ങനെ എൻ്റെ അകത്തോട്ട് സ്പൂൺ ഒന്ന് കയറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ കറക്കി എടുത്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഇതിങ്ങ് വിട്ടുപോരും. കണ്ടോ ഇങ്ങനെ? കണ്ടോ കണ്ടോ തൊലി സെപ്പറേറ്റും ഫ്രൂട്ട് സെപ്പറേറ്റും ആയിട്ട് കണ്ടോ എളുപ്പത്തിൽ വിട്ടുപോരും. കണ്ടോ അകത്തൊന്നും ഒട്ടും മാംസം ഇരിക്കാതാണ് ഇളകി പോകുന്നത്. എൻ്റെ അകത്തുള്ളതൊക്കെ നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ, ഇതിന് ഒട്ടും വേസ്റ്റ് ഇല്ല. ഈ ഫ്രൂട്ടിന് ചെറിയൊരു ഭാഗം മമ്മി ഒന്ന് കഴിച്ചു നോക്കി, എങ്ങനെ അറിയാം ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയാം. ഒരു രുചിയില്ലല്ലോ. ഒരു രുചിയില്ലാത്ത ഈ ഫ്രൂട്ടിനെ നമ്മൾ രുചിയുള്ളതാക്കി തീർക്കാനാണ് പോകുന്നത്. ഇതൊക്കെ ബ്രെഡും ഒക്കെ തിന്നുമ്പോൾ ഒരു വെളുത്ത സാധനം തിന്നുമല്ലോ, അതിൻ്റെ രുചി പോലെ. മമ്മി പറഞ്ഞത് ബ്രെഡൊക്കെ തിന്നുമ്പോൾ ഒരു വെളുത്ത സാധനം തിന്നും, അതിൻ്റെ ടേസ്റ്റാണ്. മമ്മി ബട്ടറാണ് ഉദ്ദേശിച്ചത്. ബട്ടറിൻ്റെ ടേസ്റ്റാണ്, ബട്ടർ ഫ്രൂട്ട് എന്ന് അതിന് പറയുന്നത്. അത് ബ്രെഡിലൊക്കെ നമുക്കത് തേച്ച് കഴിക്കാൻ. ഈ ഡയറ്റ് നോക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ഡയറ്റ് നോക്കുന്നവർ അതുപോലെ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ല ഗുണം കേട്ടോ. ഇതിനെപ്പറ്റി ഭയങ്കര ഗുണങ്ങളാണ് പറയുന്നത്. ഇത് നല്ലതായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ സ്പൂണും കൊണ്ട് ഇങ്ങനെ നല്ല പഴുത്തുണ്ടോ ഇങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ തന്നെ ഉണ്ടോ ഉടഞ്ഞ് കിട്ടുന്നുണ്ടോ. ഇതിനെ ഉണ്ട് ബ്രെഡിലോട്ട് തേച്ച് കഴിച്ചാൽ മതി. ഉണ്ടോ ബട്ടർ പോലെ തേച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇവിടെ 2 ഫ്രൂട്ടാണ് കണ്ടിക്കുന്നത് കേട്ടോ, ഒന്നും കൂടെ എടുക്കുകയാണ്.
കണ്ടോ കുരു കണ്ടോ? ഇത് വലിയ കുരുവാണ് അല്ലേ? ജാതിക്കയുടെ ജാതിക്കയുടെ കുരു പോലെ ഉണ്ട്. ഇത് സാധാരണ നമ്മൾ ഷേക്കാണ് കൂടുതലും ഇത് അടിച്ച് കുടിക്കാറുള്ളത്. ഷേക്ക് അടിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പാലൊക്കെ ഒഴിച്ച് ഷേക്ക് അടിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഫ്രൂട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അത് ഇച്ചിരി പഴുക്കട്ടെ. പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് ഷേക്ക് അടിക്കാം. എന്നിട്ട് നമുക്ക് ഷേക്ക് അടിച്ച് തരാം. എന്നിട്ട് നമുക്ക് വീഡിയോ എടുത്ത് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കുകയും ചെയ്യാം. ഇതിനത് ചെറിയ പീസുകളാക്കി കൊടുക്കാം. നല്ലതായിട്ട് പഴുത്തോണ്ട് തന്നെ ഇങ്ങനെ മുറിക്കുമ്പോൾ തന്നെ അങ്ങ് പെട്ടെന്ന് ഉടഞ്ഞു വരും. കണ്ടോ? ഇവിടെ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അവക്കാഡോ ഇട്ട് കൊടുക്കാം. നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് ഐസാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് അടിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് പോലെ തോന്നിക്കും. ഒത്തിരി ലൂസായി പോയി കഴിഞ്ഞാൽ അല്ലേ കുഴപ്പമില്ല. എന്നിട്ട് തണുത്ത വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ഒത്തിരി വേണ്ട, കുറച്ച്. ഇത്ര മതി. ഇത് നല്ലതായിട്ട് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വരാമേ. ഇതിനെ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും തിക്കായിട്ട് തന്നെയാണ് ഇതിനെ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് അരമുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഓരോരുത്തർക്ക് പുളിയുടെ ആവശ്യത്തിനനുസരിച്ച് നാരങ്ങ ഒഴിച്ച് കൊടുക്കാം. ഞാൻ അരമുറിയാണ് ഇവിടെ ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഐസ് വേണമെങ്കിൽ ഐസായിട്ട് ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ഐസ് വാട്ടർ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് തണുത്തുള്ളതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇട്ട് ഇതിനൊന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ രീതിയിൽ ലൂസായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സമയം നോക്കുക, പുളി വേണമെങ്കിൽ ശകലം പുളിയും കൂടെ ഇട്ട് കൊടുക്കാം. അതെല്ലാം മധുരം വേണമെങ്കിൽ കുറച്ച് മധുരം കൂടെ ഇട്ട് കൊടുക്കാം. ശകലം പുളി കൂടെ ഒഴിച്ചിട്ടാണ് ഒരു തുള്ളി ഞാൻ പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര, ഒരു 2 ടീസ്പൂൺ മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. തണുത്ത വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കാരണം നമ്മളിത് ഷേക്കായിട്ടല്ല അടിക്കുന്നത്, ജ്യൂസായിട്ടല്ലേ. എന്നിട്ട് നമുക്ക് സ്പൂണും കൊണ്ട് തന്നെ ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാനൊരു ഗ്ലാസ്സിലോട്ട് അങ്ങ് ഒഴിക്കുകയാണ്. അവക്കാഡോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതിനി മമ്മി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. മമ്മി ടേസ്റ്റ് ചെയ്തിട്ട് പറയും എങ്ങനെയുണ്ടെന്ന് പറയും. അവക്കാഡോ ജ്യൂസ് മമ്മിയുടെ കൊടുത്തിട്ടുണ്ട്. മമ്മി ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. ഒന്ന് കുടിച്ച് നോക്കിക്കോ. ഇത് സൂപ്പർ ജ്യൂസാണ്. ആദ്യം കുടിച്ചതുപോലെയല്ല, ഇതിൻ്റെ രുചിയും ഗുണവും എല്ലാം മാറിയിട്ടുണ്ട്. നല്ല രുചിയായ ജ്യൂസാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് കുടിക്കുകയും കാണുകയും ചെയ്യുന്നത്. കുറച്ചുകൂടി കുടിച്ച് നോക്കാം മമ്മി എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട്? സൂപ്പർ, നല്ലതാണ്. നല്ലതല്ലേ? കാരണം ഇതിൽ പഞ്ചസാര ഇട്ടുകൊണ്ട് മമ്മിക്ക് ഷുഗറുണ്ട്. അതുകൊണ്ടാണ് മമ്മി അതി അങ്ങ് കുടിക്കാത്തത്. എന്നാലും മമ്മിക്ക് അവക്കാഡോയുടെ ഇഷ്ടപ്പെട്ടല്ലേ? അത് ഞാൻ പറഞ്ഞത്, നമ്മൾ ഏത് ടേസ്റ്റ് അതിന് കൊടുക്കുന്നോ ആ ടേസ്റ്റ് ആയിരിക്കും അതിന് വരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അല്ലേ മമ്മി? അതെ, അടുത്ത ദിവസം കാണാം.